കണ്ടില്ലേ നമ്മുടെ പുറകിൽ ഇങ്ങനെ വിളഞ്ഞ് കിടക്കുവാണ് സ്ട്രോബെറി കാര്യങ്ങളൊക്കെ. അമ്മച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സ്ട്രോബെറി പറിച്ചിട്ട് എന്താണ് അനുഭവം? പറയൂ. കുറച്ച് അടിപൊളി അല്ലേ? ഇങ്ങനെ ഹലോ നമസ്കാരം, എർത്തല ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര കുറച്ച് സ്ട്രോബെറി പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ 2 ഫാമിലിയും 2 ഫ്രണ്ട്സും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ട്രോബെറി ഫാം എന്നുള്ളത് ദ വില്ലേജ് അറ്റ് വീലോക്സ് എന്നുള്ള ഒരു സ്ട്രോബെറി ഫാമിലേക്കാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന ഏരിയയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ഫാമിലി എല്ലാവരും അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ കാർ പാർക്കിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം ഇന്ന് ബിസിയാണ്. ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്താണ് വന്നത്. ബുക്ക് ചെയ്തിട്ട് വരണം, ബുക്ക് ചെയ്യാണ്ട് വരണം എന്നുള്ള കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ബുക്ക് ചെയ്യാതെ പോകുന്നു ടിക്കറ്റ് കേട്ടോ. ഇവിടെ നേരിട്ട് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഏതായാലും അബിയും നമ്മുടെ ഷെറിനും രഞ്ജുവും ജിനിയും ചിപ്പും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ചിപ്പു കളിയാണോടി അമ്പോ? സ്ട്രോബെറിയുടെ പോലത്തെ ഡ്രസ്സാണ് ഇട്ടേക്കണേ. സ്ട്രോബെറി ഡ്രസ്സാണ് ഇട്ടേക്കണേ. ചിപ്പു പനിയൊക്കെ അവിടെ പോടി നിന്റെ. അപ്പോൾ നമുക്കിവിടെ ഫോട്ടോസ് എടുക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് തലയൊക്കെ വെച്ചിട്ട് ഓരോരുത്തരുടെ തല ഇതിൻ്റെ ഉള്ളിലും ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ സ്ട്രോബെറി പറിച്ച ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് സ്ട്രോബെറി ഒക്കെ വാങ്ങിച്ച് പറിക്കാം. 13 യൂറോ ആണെന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഷേപ്പ് ഞാൻ നോക്കട്ടെ. 13 യൂറോ. സ്ട്രോബെറി വെച്ച് അച്ചാറുണ്ടാക്കാൻ പറ്റുമോ? ഞാൻ അവിടെ ചെല്ലുമ്പോ പിന്നെ മേടിച്ചാൽ മതി എന്ന് വിചാരിക്കരുത്. എടി ഒരെണ്ണം മേടിച്ചോടി, നമുക്ക് ഒരെണ്ണം മേടിക്കാടി. നീ ഒരെണ്ണം മേടിച്ചോ? 3 മേടിച്ചു. 13 യൂറോ. അപ്പൊ അതിനകത്ത് പറിച്ച് നിറച്ച് കൊണ്ടുവരാം. വേണ്ട, വേറെ തൂക്കണ്ട. അങ്ങനെ പറ്റില്ല. അമ്മച്ചിയുടെ അഭിപ്രായത്തിൽ പുറത്തുനിന്ന് ബക്കറ്റ് കൊണ്ടുവരാൻ പറ്റൂല. Okay. Don't eat them before you wash them. So when you bring them back down there to be weighed, there's a sink and you can wash them. You can't eat them up here, unfortunately. Is that okay? Okay. Enjoy then, guys. Oh, thank you. No problem. If you have any questions, I'll be here, okay? Yeah, okay. ആരും പറഞ്ഞു തിന്നരുതെന്നാ പറഞ്ഞു കേട്ടോ. ഇങ്ങനെ എന്ത് മധുരം ഉണ്ടോടി? മധുരം ഉണ്ടാ നോട്ടെ. അടിപൊളി. ടീക്കുടി കയറട്ടെ. അവൻ കഴിക്കണ്ടോടി കൊച്ച് ജിനി? എടാ കുറച്ച് പച്ച നോക്കി പറിക്കണം നീ. അപ്പ ഒന്നറിയ പെട്ടെന്ന് ചീത്തയായി പോകുക. ഇങ്ങോട്ടെ
ചിഹ്നം. സ്ട്രോബെറി വേണോ? നീ ഇവിടുന്ന് പറിക്കും, മമ്മി അവിടെ നിന്ന് പറിക്കും, അമ്മ അതിന്റെ ഇടയിൽ നിന്ന് പറിക്കും. മമ്മി അവിടെ തന്നെ പൊസിഷനിൽ നിന്ന് കൊള്ളാം. അവിടെ ഉണ്ടാ അമ്മ ആ എല്ലാം കഴിക്കുന്ന എല്ലാം ഇല്ലല്ലോ എൻ്റെ അത് ജിനി. നീ അമ്മ അമ്മ അങ്ങനെ അറ്റാക്കിംഗ് മൈൻഡ് അത്ര ഒരു പറിച്ചോണ്ടിരിക്കുന്നത്. നിന്നോട്ടോ നിന്നോട്ടോ. ഫ്രീസാണ് ഫ്രീസ്. ഏത്തള്ളടി നിന്റെ ഏത്തള്ളേ ല്ലേ ജിനി? അതെ ഇപ്പൊ സ്ട്രോബെറി ഷേക്കായി. എടാ എടാ കുഞ്ഞപ്പാ ഇഷ്ടപ്പെട്ടാ സ്ട്രോബെറി നിനക്ക്? എടാ സ്ട്രോബെറി ഇഷ്ടപ്പെട്ടാടാ? ഹായ് പറഞ്ഞേ, ഹായ് ഹായ് പറഞ്ഞടാ. സ്ട്രോബെറി കഴിച്ചോണ്ടിരിക്കണ ചിപ്പു. ഫോട്ടോയാ? ഒന്നുകൂടെ എങ്ങനെ എടുക്കണ്ട ഫോട്ടോ കാണിച്ച്? അങ്ങനെ എടുക്കണോ അല്ലേ? ശരി എടുക്കാട്ടാ. എന്താ പറ്റി? എന്താ വൈറ്റ്? അതെ നമ്മുടെ മുന്നിൽ കാണുന്നത് ഗ്ലാസ് ഹൗസ് ആണ്. ഈ ഗ്ലാസ് ഹൗസിൽ മുഴുവൻ തന്നെ സ്ട്രോബെറികളാണ് കേട്ടോ. ഒരുപാട് വലിയ ഏരിയയിലാണ് ഈ ഗ്ലാസ് ഹൗസ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഷീറ്റ് വിരിച്ചിരിക്കുന്നതിൻ്റെ അടിയിൽ കാണുന്ന ഏരിയയിലാണ് അവർ ഇപ്പോൾ സ്ട്രോബെറി പിക്കിങ്ങിന് വേണ്ടി ഇപ്പോൾ ഓപ്പണായി കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെക്സ്ഫോർഡാണ്. വെക്സ്ഫോർഡ് ഇതുപോലുള്ള ഒരുപാട് സ്ട്രോബെറി ഫാമുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വരാൻ നേരത്തെ ഒരു ബാസ്ക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. ആ ബാസ്ക്കറ്റിന് 11 യൂറോയാണ് വരുന്നത്. ഏകദേശം ഒരു കിലോ ഒക്കെ ആ ബാസ്ക്കറ്റിൽ കയറുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, 1 കിലോത്തിന് 11 യൂറോ നമുക്ക് ആ ബാസ്ക്കറ്റ് നിറച്ച് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ പോലെ ബാസ്ക്കറ്റിൽ നിറക്കണേക്കാളും കൂടുതൽ നമുക്ക് നമ്മുടെ വയറ്റ് നിറക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ ഇവിടുന്ന് കഴിക്കരുതെന്നൊക്കെ അവർ പറയും കേട്ടോ, വാഷ് ചെയ്തിട്ട് കഴിക്കണം എന്നൊക്കെ പറയും. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല അടിപൊളി ടേസ്റ്റാണ് സ്ട്രോബെറി കാര്യങ്ങളൊക്കെ. കണ്ടില്ലേ നമ്മുടെ പുറകിൽ ഇങ്ങനെ വിളഞ്ഞ് കിടക്കുവാണ് സ്ട്രോബെറി കാര്യങ്ങളൊക്കെ. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. അടുത്തൊരു ബീച്ചിലേക്കാണ് പോകുന്നത്. ഏത് ബീച്ചാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. നമ്മൾ പോരാൻ നേരത്ത് കുറച്ച് ബിരിയാണിയൊക്കെ പാക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ബിരിയാണി ഓർഡർ കൊടുത്ത് വാങ്ങിച്ചാണ് നമ്മൾ ഉണ്ടാക്കിയതല്ല. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള കാര്യങ്ങൾ നോക്കുവാണ്. ഇവിടെ ഏകദേശം ഒരു അരമണിക്കൂർ 20 മിനിറ്റാണ് നമുക്ക് സ്ട്രോബെറി പിക്കിങ്ങിന് ടൈമുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോട്ടെ. ഇപ്പം ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് സ്ട്രോബെറി ഇവിടെ കയറാൻ പാടില്ല. നമ്മുടെ ആ ദൂരെ അപ്പുറത്ത് കാണുന്നുണ്ടോ, അവിടെയാണ് നമുക്ക് സ്ട്രോബെറി പറിക്കാൻ നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം ഓപ്പണായിട്ട് കൊടുക്കുവാണെങ്കിൽ തന്നെ എല്ലാവരും കയറി എല്ലായിടത്തും പറിച്ചാകെ എന്തായി ആന കരിമ്പും തോട്ടത്തിൽ കയറിയലായി പോകുമല്ലോ. അതുകൊണ്ടായിരിക്കും അവർ കെട്ടി തിരിച്ചേക്കുന്നത്. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറിയതാണ്. ഇവിടെ നിന്ന് ഞാൻ പറിക്കുന്നില്ല. പഴുത്തതുണ്ടോ? ഇവിടെ നിന്ന് പറിക്കാൻ പാടില്ലേ? അപ്പോൾ അതാണ് അവരൊക്കെ കെട്ടി തിരിച്ചേക്കണം. ഒരു വള്ളി കെട്ടി തിരിച്ചേക്കണുണ്ടോ? ആ, ഇങ്ങോട്ട് കയറാൻ പാടില്ല. വിഷം അടിച്ചേക്കണല്ല, ഇങ്ങോട്ട് കയറാൻ പാടില്ല. അതുകൊണ്ടാണ് അയാളവിടെ നിൽപ്പുണ്ട്, വഴക്ക് പറയും. നീ മോനെ അപ്പുറത്തേക്ക് പോയി പറിക്കണ്ട പോ. ചിപ്പ് നമ്മളോട് വന്നേക്കണതേ സ്ട്രോബെറി പറിക്കാനാണ്, കല്ല് പറിക്കാനല്ല. നിങ്ങൾ സ്ട്രോബെറി പറിച്ച് മടുത്തപ്പോ കല്ല് പറിക്കിയത് വന്നേക്കണ എന്താണ്? നാട്ടിൽ കൊണ്ടുപോകാനായിട്ടാ.
ക്യാരറ്റ് ഷേപ്പ് അല്ലേ? എവിടെ കാണിച്ചോ? എന്ത് ഇവന്മാരിവിടെ കല്ല് പറക്കൽ തുടരുകയാണ്. നമുക്ക് കല്ലല്ല, സ്ട്രോബെറിയാണ് പറിക്കേണ്ടത്. നമ്മുടെ കൊട്ട നടക്കണ്ടല്ലേ അപ്പ? ഇവിടുത്തെ അനുഭവം എങ്ങനെയുണ്ട്? സ്ട്രോബെറി പറിച്ചിട്ടുള്ള അനുഭവം എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നില്ലേ? ഇതിനു മുമ്പ് സ്ട്രോബെറി പറിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് അല്ലേ? അടിപൊളി. അമ്മച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സ്ട്രോബെറി പറിച്ചിട്ട് എന്താണ് അനുഭവം? പറയൂ. കുറച്ച് അടിപൊളി അല്ലേ? ഇതിനു മുമ്പ് സ്ട്രോബെറി പറിച്ചിട്ടുണ്ടോ? അതെ, ഇത് നമ്മുടെ അബിയുടെ അമ്മയാണ്. ഇത് നമ്മുടെ രഞ്ജുവിന്റെ അമ്മയാണ്. ഓക്കെ, അമ്മച്ചി സ്ട്രോബെറി കഴിച്ച് വയറ് നിറഞ്ഞെന്നാ പറയണേ. ഇനി നമ്മൾ കൊണ്ടുവന്ന ബിരിയാണി ഒന്നും വേണമെന്നാ പറയണേ. അമ്മച്ചിയുടെ ബിരിയാണി ഞാൻ കഴിച്ചോളാട്ടാ. അത് പറ്റില്ല, ഞാൻ വെറുതെ പറഞ്ഞ. അപ്പൊ ഇവിടെ വെയിറ്റ് നോക്കട്ടെ. വെയിറ്റ് നോക്കിയിട്ട് 1 കിലോത്തിനാണ്. അപ്പൊ 1 കിലോയിൽ കൂടുതലുണ്ടെങ്കിൽ ഇവിടെ അതിനനുസരിച്ച് റേറ്റ് വരും അല്ലേ? ഈ അപ്പൊ വെയിറ്റിനാണ് ചാർജ് കേട്ടാ? വെയിറ്റിന് കൊടുക്ക്. ആ 1,100 അതെ. അതിന്റെ എത്ര ആയി നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ? 14 യൂറോ 30 സെന്റ് അല്ലേ? അല്ലേ? അപ്പോൾ നമ്മുടെ ഈ സ്ട്രോബെറി ഫാമിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ചെറിയൊരു റെസ്റ്റോറൻറ്റ് കഫേ പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് കുറച്ച് പ്രൈവസി ഇഷ്യൂയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും ഞാൻ നൈസായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ ഇട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അതുപോലെ ഈ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു ചെറു കാര്യങ്ങളൊക്കെ കണ്ട ഏതൊരു ട്രാക്ടറിൻ്റെ ഒക്കെ പോലത്തെ ഒരു ചെയറല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വാളിൽ അതുപോലെ തന്നെ സൈക്കിൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് അവിടെ ഒരു സംഭവം ഉണ്ടല്ലേ? അപ്പോൾ അത് കാണിച്ചു തരാം. അത് കറക്കാൻ പറ്റുമോ? ഒന്ന് കറക്കി നോക്കിയിട്ടത് വൈൻ്റെ എന്തെങ്കിലും ആണോ അവിടെ? അത് കറങ്ങോ? ഇല്ലല്ലേ? കറങ്ങില്ല. വല്ല ബലം പിടിക്കണ്ട നീ. അതുപോലെ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പണിയാവും. മോക്കിൻ്റെ ഉള്ളിലേക്ക് പയ്യൊന്ന് കയറിയിട്ട് തരാം. അടിപൊളി അല്ലേ? സ്ട്രോബെറിയുടെ ജാം കാര്യങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. സ്ട്രോബെറി ജാം. അപ്പുറത്തേക്ക് വിട്ടുതരാം. സോറി. സിനിമയിലെടുത്ത് ഓ, ഇവിടെ നല്ല ഓപ്പൺ കഫേയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇവിടെ ഒരു കുഞ്ഞു പാർക്ക് ഇതുണ്ടല്ലോ ഇവിടെ പിള്ളേർക്ക് കളിക്കാനായിട്ട്. ഇത് ചെറിയ പിള്ളേർക്കുള്ള അവിടെ അത് ഉണ്ടേ. നിനക്ക് 12 വയസ്സായിട്ടില്ലല്ലോ, അപ്പൊ കേറാം. ഇല്ലടാ, ഒരു ബസ് നോക്കിയടാ. എന്ത് പറ്റി? നിനക്ക് വേണ്ട ഐസ്ക്രീം അല്ലേ?
അത് മേടിച്ചു തരാം. നമുക്ക് ആ ബസ്സിൻ്റെ അങ്ങോട്ട് വിട്ടുവാ. ഇതെന്തോ റെസ്റ്റോറൻറ്റ് സെറ്റപ്പാന്ന് തോന്നണം കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഓപ്പൺ അല്ല. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു കോട്ടേജ് ഗാർഡൻ, പ്ലാന്റ്സ് ആൻഡ് ഗാർഡൻ സർവീസ്. ഇവിടെ നമുക്ക് ഫ്ലവർ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. വീട്ടിലേക്കുള്ള നല്ല അടിപൊളി ഫ്ലവർ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഞാനതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള കേട്ടോ. കാരണം അവിടെ ചെറിയ കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ പിള്ളേരുടെ വീഡിയോസ് എടുക്കുന്നത് ഇവിടെ ഉള്ളവർക്ക് അത്ര ഇഷ്ടമല്ല. എന്താ പറയുക, അപ്പോൾ അവരുടെ ഒരു പ്രൈവസിലേക്ക് കയറണമെന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ തൽക്കാലം കയറിയില്ല. അവരവിടെ നിന്ന് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് കയറി നോക്കാം. ഉണ്ട്, ഇതാണ് ഒരു ബസ്. ഇത് എന്തോ റെസ്റ്റോറൻറ്റ് സെറ്റപ്പാന്ന് തോന്നുന്നു. മോനെ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറിക്കിട്ട് പോയിട്ട് അപ്പം മോനെ പുറകെ വരാം. ചില കയറിക്കും. ആ ഒരു ഷോപ്പാണത്. വെറുതെ കയറിയിട്ട് അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. Well, there was like say 24 different food stands and crafty people. This year we 40. It's a huge now. അപ്പോൾ ഇതൊക്കെയുണ്ട് നമ്മുടെ ഈ ഫാമിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു കഫേ. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. പക്ഷെ ഞങ്ങൾ ഓൾറെഡി ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ബിരിയാണി ഉണ്ട്, നല്ല ചിക്കൻ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ബീച്ച് ഉണ്ട്. ആ ബീച്ച് ഏരിയയിൽ പോയിട്ടാണ് നമ്മൾ ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോണേ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് അടിപൊളിയായിരിക്കും. അപ്പം നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ വണ്ടിയിൽ കയറാനൊക്കെ ഇട്ട് നല്ല വൈബിളുള്ള റെസ്റ്റോറൻറ്റ്. നിങ്ങൾ ആദ്യമായിട്ട് എർത്തുള്ള ഫുഡ് ഈ ഒരു ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കുക. സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്. അപ്പോൾ അയർലൻഡിലെ നല്ല അടിപൊളി ട്രാവൽ വീഡിയോസും എല്ലാം നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ്ടാ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ സ്ട്രോബെറി ഫാമിൽ വരുമ്പോൾ സ്ട്രോബെറി ഐസ്ക്രീം കഴിക്കണം അല്ലേ? റെക്സ്ഫോർഡ് സ്ട്രോബെറി മേടിക്കടാ. നമ്മളിവിടെ വരുമ്പോൾ അത് ട്രൈ ചെയ്യണ്ടേ? നമുക്ക് ടേസ്റ്റ് അറിയാമല്ലോ. നമ്മൾ നോർമൽ വാനില ഐസ്ക്രീം ഒക്കെ മോനെ എപ്പോഴും കഴിക്കണല്ലേ? നമുക്ക് ഇവിടെ വരുമ്പോൾ അതല്ലേ ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അത് ഇവിടെ വരുമ്പോൾ ഈ ഫാമിലി വരുമ്പോൾ സ്പെഷ്യലായിട്ട് അത് തന്നെ കഴിക്കണം നമ്മൾ. അങ്ങനെയുണ്ട്. ഇനിയിപ്പോ വാ, അങ്ങനെയുണ്ട്. അവസാനം നീ വാനില തന്നെ മേടിച്ചല്ലേ? ഇവിടെ അതെ, വെക്സ്ഫോർഡിൻ്റെ സ്പെഷ്യൽ സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ടായിരുന്നു. അവനത് വാങ്ങിക്കാണ്ട് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വാനില ഐസ്ക്രീം മേടിച്ചിട്ട് പോവുകയാണ്. കണ്ടോ, അത് തന്നെ എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടോടാ? കണ്ടോ, വേറെ ഒന്നും അധികം അങ്ങനെ ആൾക്കാർ വാങ്ങിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ അത് ട്രൈ ചെയ്യണം, മനസ്സിലായോ? അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബീച്ചിന്റെ പേരൊന്ന് പറയാമോ? ബീച്ചിന്റെ പേര് ഇച്ചിരി കട്ടിയുള്ളത്. അതെ, അതുകൊണ്ട് ഞാൻ പറയാതെ നിന്നില്ല. കുറാക്കോളി ബീച്ച്. കുറാക്കോളി കുറാക്കോളി ബീച്ച്. എടാ, ബീച്ചിലാണോ നമുക്ക് കഴിച്ചിട്ട് പോയ പോരെ? നമ്മുടെ കാറിന്റെ സാധനം പൊക്ക, സാധനം സെറ്റ് ചെയ്യാ. കാട്ടിലേക്കാ? അവിടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. ടോയ്ലറ്റ്സ് കൈ കഴുകാനൊക്കെ സെറ്റപ്പ് അവിടെ ഉണ്ടാവും. ഇങ്ങോട്ടൊന്ന് പോയി നോക്കാല്ലേ? നമുക്ക് ചോദിക്കാം ലൈറ്റർ ഉണ്ടോന്ന് ചോദിക്കാം. പിന്നെ ഇതെന്താ, ഇത്രേ ഉള്ളു കഴിഞ്ഞ പരിപാടി.
രണ്ടെണ്ണം വെക്കണോ? റൈസ് വ്യത്യാസം ഉണ്ടല്ലോടാ. ഒരെണ്ണം മേടിച്ചല്ലോടാ, അത് വേണേ മൂടി വെച്ചോ. ഒരെണ്ണം മേടിച്ചല്ല എടാ. അത് അങ്ങനെ വെച്ചാൽ മതി എടാ. ഫോയിലും മാറ്റണോ? ഫോയിൽ പേപ്പർ ആയാലും ചൂടായിക്കോളും. ഇവിടെ ഇത്രയും ഗ്രാൻഡ് ആയിട്ട് ഫുഡ് കഴിക്കണത് നമ്മളായിരിക്കും അല്ലേ? രണ്ടെണ്ണം ഉണ്ട്, ഒരെണ്ണം മതി. ഏത്? ആ അങ്ങോട്ടാണ്. ചിപ്പ് കുഞ്ഞ് ബിരിയാണി കഴിക്കാം. നമുക്ക് ബിരിയാണി, കൊച്ചു ബിരിയാണി. അമ്പോ സൂപ്പറാണല്ലോ. അമ്പോ നമുക്ക് കളിക്കാണ്ട് വീടിച്ചിട്ടുമ്പോ ഒരുമിച്ച്. ആ അതുപോലെ കളിക്കാം. ആ ഇത് കൊടുത്തിട്ടുണ്ടല്ലേ? കൊള്ളാമോ? ഇങ്ങനെയുണ്ട്, കൊള്ളാമോ? സൂപ്പർ. ഇങ്ങനെയുണ്ട് ബിരിയാണി. എങ്ങനെ ഉണ്ട് ഇതിന്? അപ്പം നമ്മുടെ ജോർജേട്ടൻ്റെ ബിരിയാണി വേണ്ട, നല്ല അടിപൊളി ബിരിയാണിയാണ് ജോർജേട്ടൻ. നമ്മുടെ ഡബ്ലിനിൽ ഇപ്പോൾ കയൽമോറാണ്, മസാല കിച്ചൺ എന്നാണ് പേര്. അടിപൊളി ബിരിയാണിയാണ്, ഒരിക്കലും ഫ്ലോപ്പ് ആറില്ല. പുള്ളിയുടെ ബിരിയാണി വളരെ ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ വയറിറച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് ആകെ സെറ്റായിട്ടാ, ചെറുതായിട്ട് ഉറക്കം വരാൻ തുടങ്ങി. ഇനി തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയാനുള്ള നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. നമ്മുടെ ജോർജേട്ടൻ്റെ ബിരിയാണിയാണ് ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന സ്ഥലമാണ്. ജോർജേട്ടൻ അത്യാവശ്യം ആൾക്കാർക്ക് അറിയാൻ പറ്റും ഡബ്ലിനിലുള്ള നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ബീച്ചിലേക്കുള്ള ഇങ്ങോട്ടാണ് പോകുന്നത്. അത്യാവശ്യം ആൾക്കാർ ഇവിടെ വന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബീച്ചിലേക്ക് കണ്ടിട്ടില്ല. കൂടെയുള്ള ആൾക്കാർ, കൂടെയുള്ള ഫാമിലീസ് എല്ലാവരും, ഫ്രണ്ട്സ് എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബീച്ചിലേക്ക് പോകാം. അത് കൂടാണ്ട് എൻ്റെ മകൻ ഫിഷിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ചുമ്മാ ടൈം പാസിന് വേണ്ടി എടുത്താണ്.